ഇന്നൊരു ചിക്കൻ കലുമാസ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ, അതിലേക്ക് 4-5 ചെറിയ ഉള്ളി, കരിയാപ്പല, 1-2 വെളുത്തുള്ളി അല്ലി, അല്പം പെരുംജീരകം, ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഒതുക്കിയിട്ട് വരാം. നമ്മളിത് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു ബൗളിലേക്ക് 1 കപ്പ് അരിപ്പൊടി, നമ്മൾ പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടി, അത് എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ ചതച്ചെടുത്ത ഇതിൽ നിന്ന് ഒരു 1/4 ഭാഗത്തോളം അതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കിണ്ടി എടുക്കണം. ഇപ്പോൾ ഇത് നമ്മൾ കിണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് പാൻ ചൂടാകുമ്പോൾ അതിൽ വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാകുമ്പം അതിലേക്ക് ഒരു സവാള ചെറുതായി ചോപ്പ് ചെയ്തത് ചേർക്കാം. അതിലേക്ക് 1 കഷ്ണം ഇഞ്ചിയും 2-3 അല്ലി വെളുത്തുള്ളി, ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പില, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഇതെല്ലാം കൂടി അതിലേക്ക് ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മസാലയുടെ പച്ചമണം മാറുമ്പം അതിലേക്ക് ചിക്കൻ, ഇത് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ട് വേവിച്ച് ഉടച്ച് വെച്ച ചിക്കനാണ്, ഇത് കൂടി ചേർത്ത് ഇത് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച തേങ്ങ ചതച്ചതും കൂടി ഇതിൽ ചേർത്ത് മിക്സ് ചെയ്ത് നമുക്ക് ഫില്ലിങ് റെഡിയാക്കിയെടുക്കാം. ഇതിൽ നിന്ന് അല്പം മാവെടുത്ത് നമ്മൾ കയ്യിലൊരല്പം എണ്ണ പുരട്ടിയിട്ട് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി ഈ മാവ് ഇങ്ങനെ പരത്തി ഇതിൻ്റെ നടുക്കായിട്ട് നമ്മുടെ ഫില്ലിങ് വെക്കണം. ശേഷം ഇത് വെച്ച് ഉരുട്ടിയെടുക്കണം. തട്ടിൽ വെച്ചിട്ട് അതിലേക്ക് വെച്ച് ഇത് ആവിയേറ്റിയെടുക്കും. ഒരു 10-12 മിനിറ്റ് ആവിയേറ്റിയിടും. ഇതിപ്പം വെന്തിട്ടുണ്ട്. ഇത് തണുത്ത ശേഷം നമുക്കിത് മാറ്റാം. അതിലേക്കൊരു ചെറിയ ഉള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട്, കറിവേപ്പിലയിട്ട്, കുറച്ച് മുളക് പൊടി, 1 സ്പൂൺ ടൊമാറ്റോ സോസ്, ഇതിലേക്ക് 1 സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ച് ഇതൊന്ന് ലൂസാക്കണം. വേവിച്ച് വെച്ച കൽമാസ് അതിലേക്കിടാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യുന്നൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ചിക്കൻ കലുമാസ് റെഡി.